ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തിരിച്ചറിയണമെന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പക്വതയുള്ള ഒരു നേതൃത്വമുണ്ട്, അതിനൊരു പ്രസിഡന്റ് ഉണ്ട്, അതിന് മുഷാവറയുണ്ട്, അതിന് സംഘടനാ സംവിധാനമുണ്ട്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അതിന്റെ നേതൃത്വത്തിനറിയാം. അതിൽ നിന്ന് ആരെടുത്ത് പുറത്തിടണം, ആരെടുത്ത് അകത്തിടണമെന്നും ആരും പുറമേയുള്ള ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. അങ്ങനെ പുറത്താക്കാനും അകത്താക്കാനും ഒക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ടാവും ഗ്രൗണ്ടുകളിൽ, അവിടെ പോയി അമ്പയർമാരായി നിൽക്കുക എന്നല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെടാൻ ആരും. ഷാഫി ചാലിയം ഒരിക്കലും ഇടപെടാൻ പറ്റാത്തൊരു വിഷയത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്. ഷാഫി ചാലിയം മുസ്ലിം ലീഗിലുള്ള ഒരു മുജാഹിദ് നേതാവാണ്. സമസ്തയുടെ നേരെ പ്രതിയോഗിയാണ് അദ്ദേഹം ഈ സമസ്തയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ഇടപെടുന്നത് ഒരു നിലക്കും നീതീകരിക്കാൻ കഴിയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും CIC-യും തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് പല വഴിക്കും അത് നടപ്പാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. പക്ഷേ ഇതിൽ കയറി അഭിപ്രായം പറയാൻ ഷാഫി ചാലിയം ആരാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചത്? അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ലേബിൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും വഹാബികൾ സുന്നികൾക്കിടയിലെ ഭിന്നിപ്പ് വളർത്താൻ സഹായകമായ പ്രവർത്തനം ചെയ്യാൻ പാടില്ല, നീതീകരിക്കാൻ കഴിയില്ല. തികച്ചും അസ്ഥാനത്താണ് അദ്ദേഹം ചെയ്തത്. അത് വളരെ തെറ്റായ നടപടിയായി പോയി എന്നാണ് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ആ പ്രസംഗം ഫുള്ള് വാസ്തവവിരുദ്ധമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. ശരിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ജിഫിരി തങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഏൽപ്പിച്ചു വാഫി പ്രശ്നം പരിഹരിക്കാൻ, പ്രസിഡന്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനം രാജിവെച്ചപ്പോൾ പകരം ആളെ വെക്കാൻ. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ച് ഏൽപ്പിച്ചാൽ പിന്നെ അദ്ദേഹം ആരെ വെച്ചാലും സ്വീകരിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഷാഫി ചാലിയം കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം മിനിമം കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടെങ്കിലും ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ നേതാവാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഇങ്ങനെ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് നേതാക്കന്മാരായ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി തങ്ങളും സമസ്തയുടെ നേതാക്കളും തമ്മിൽ ഇരുന്നിട്ട് ഒരു ജെന്റിൽമെൻ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചില്ല സാധിക്കില്ല എന്ന് നേരത്തെ അറിയിക്കുകയും മറ്റൊരു വഴിക്ക് അവർ നീങ്ങും ചെയ്തതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ഷാഫി ചാലിയം അത് മനസ്സിലാക്കാതെ പറയുകയാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ വാസ്തവവിരുദ്ധമായ കാര്യം പറഞ്ഞ് മാധ്യമങ്ങൾ പോലും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തായിരുന്നാലും ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിടത്തൊന്നല്ല പ്രശ്നമുള്ളത്. ലാസ്റ്റ് ഘട്ടത്തിലും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ സമസ്ത നേതാക്കന്മാരെ ആളുകളും കൂടി ഇരുന്ന് ഈ പ്രശ്നത്തിൽ അന്തിമ തീർപ്പ് അവർ 5 പേര് സമസ്തയുടെ 3 ലീഡേഴ്സും കൂടി ഇരുന്ന് ഉണ്ടാക്കിയ അന്തിമ തീർപ്പുണ്ട്. ആ തീർപ്പിൽ അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ തീരുമാനങ്ങൾ CIC അംഗീകരിക്കുകയാണെങ്കിൽ അവരിരുന്ന് ഉണ്ടാക്കിയ സെറ്റിൽമെൻ്റാണിത്, പിന്നെ സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ല ഇല്ല എന്ന് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞു. ഈ തീരുമാനവും നമ്മുടെ മധ്യസ്ഥമായ തീരുമാനം അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു. അതും ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നിട്ടും CIC നടപ്പാക്കിയിട്ടുള്ള സത്യമായ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ച് ഇയാൾ വേറെ വഴിക്ക് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ന്യായീകരിക്കാനോ നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം സമസ്തയുടെ കാര്യത്തിൽ ഇടപെടുകയും സമസ്ത മുഷാവറയിൽ ആരുണ്ടാകണമെന്ന് തീരുമാനിക്കുകയും ചെയ്യാൻ ഷാഫി ചാലിയത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു അബദ്ധം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള ആളുകളെ നിർദ്ദേശപ്രകാരം ചെയ്യില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇടപെടാൻ പാടില്ലാത്തൊരു കേന്ദ്രത്തിലാണ് അദ്ദേഹം കയറിയിട്ടുള്ളത്. പിന്നെ ഈ സയ്യിദന്മാരെ കുറിച്ചും പറഞ്ഞത് തെറ്റ്, പൂർണ്ണമായും തെറ്റാ പറഞ്ഞു. ബാഫി തങ്ങളെ ആക്ഷേപിച്ചു എന്നൊക്കെ, അതൊക്കെ പൂർണ്ണമായും തെറ്റാ. അത് മാത്രമല്ല, ഈ സയ്യിദന്മാരെ ബഹുമാനിക്കണമെന്നൊക്കെ
പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത ജമിയത്തുൽ ഉലമ. എന്നാൽ ഇദ്ദേഹം നേതൃത്വം നൽകുന്ന വഹാബി പ്രസ്ഥാനം, ആ വഹാബി പ്രസ്ഥാനത്തിന്റെ നിലപാടെന്ന് പറയുന്നത് അങ്ങനെ സാദാത്തുക്കൾ ഇല്ല എന്നാണ്. സാദാത്തുക്കളെ നിഷേധിക്കുന്ന ആളുകളാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീഡിയോ എടുത്ത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഷിർക്ക് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിച്ച ആളുകളാണ് ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ. അതിന്റെ ഒരാളാണ്, പ്രമുഖനായ ഒരാൾ കൂടിയാണ് ഈ ഷാഫി ചാലിയം. അദ്ദേഹം സാദാത്തുക്കളെ കുറിച്ച് പഠിക്കാനും പിന്നെ മഹാന്മാരെ കുറിച്ച് പഠിപ്പിക്കാനൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ഇതിൽ ഈ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാ, അതായത് മുജാഹിദ്, ജമാഅത്ത് എന്നിവർ ഈ കക്ഷി ഇടപെട്ടുകൊണ്ട് പരസ്പരം ലീഗിനെയും സമസ്തയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് വർഷങ്ങളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉമർ ഫൈസി മുക്കം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത് സാദിഖ് അലി തങ്ങളെയൊക്കെ നേരിട്ട് വെച്ചാൽ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് പൈതൃകം പറഞ്ഞു വരേണ്ടതില്ല എന്നുള്ളതാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? അല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം വളരെയധികം വേദനാജനകമായ ഒരു പ്രയോഗമാണ്. കാരണം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിഖ് തങ്ങളുടെയും പൂക്കോയ് തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും ഹൈദരലി ശിഹാബ് തങ്ങളുടെയും പൈതൃകം പറഞ്ഞ് സമസ്തയെ വിരട്ടാൻ വരണ്ട. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. ആരാ വിരട്ടിയത്? ഒരു ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. ആരാ വിരട്ടിയത്? അപ്പോൾ ഇയാളുടെ ഭാഷയിൽ സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ വിജയ പ്രചാരണത്തിനായി മലപ്പുറം ജില്ലാ SYS സംഘടിപ്പിച്ച പാണക്കാട് പൈതൃക സംഗമമുണ്ടായിരുന്നു. ആ സംഗമത്തിൽ സമസ്തക്കെതിരായ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലല്ലോ. അവിടെ ഈ സമ്മേളനം ഒരു മഹാവിജയമാകാൻ വേണ്ടി ഉള്ള ആഹ്വാനവും അതിനുള്ള പ്രാർത്ഥനകളും, വളരെ പരമസാത്വികരായ പല പണ്ഡിതന്മാരും അവിടെ നിന്ന് ദീർഘനേരം പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ഒരു പരിപാടിയെ ആണ് ഇദ്ദേഹം എന്താക്കുന്നത്? ഒരു വിരട്ടൽ, ഒരു പണ്ഡിതന് ചേർന്ന ഭാഷയല്ലിത്. വിരട്ടണ്ട. അപ്പോൾ ഈ പാണക്കാട് തങ്ങന്മാർ സമസ്തയെ വിരട്ടുന്നു എന്ന വ്യാജ ആരോപണമാണ്, കള്ള ആരോപണമാണ് ഈ മുക്കം ഉമർ ഫൈസി ചെയ്തത്. അതിൻ്റെ ആഴം, അയാൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആഴം അറിയുന്നത് കൊണ്ടാണ് വന്ധ്യരായ സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറും അദ്ദേഹത്തെ ശാസിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ശാസിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ആ കുടുംബത്തിനെ പുച്ഛിച്ചപ്പം സ്വാഭാവികമായിട്ടും അതിനെതിരായ ആ വികാരം പ്രകടിപ്പിച്ചു. സത്യ. അതെങ്ങനെ സമസ്തക്കെതിരാകാം? ഇപ്പോൾ വ്യാപകമായി എനിക്കെതിരെ നീ സമസ്തയെ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കുന്നത്. ഇതിൽ സമസ്ത എവിടെയാണ്? സമസ്ത നിരപരാധിയാണ്. സമസ്ത ഒരു വലിയ മഹത്തായ സംഘടനയാണ്. സമസ്തയെ ബഹുമാനിക്കുന്നവരെല്ലാവരും. സമസ്തക്കെതിരെ ഒരു വാചകം ഞങ്ങളാരും പറഞ്ഞില്ല. ഉമർ ഫൈസി എന്ന വ്യക്തി എതിർത്താൽ അതെങ്ങനെ സമസ്ത എന്നെ എതിർക്കലാവും? അദ്ദേഹത്തെ എതിർക്കാൻ കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇല്ലാത്ത ഒരു ദുരാരോപണം വന്നതാണ്. ആ ദുരാരോപണം കേട്ടുമുണ്ടാതങ്ങളോട് ഇരിക്കണം എന്നാണ് നിങ്ങൾ വാദം. അപ്പം സ്വാഭാവികമായും അതിനെന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള ആളുകൾ, ഈ കളവ് പറയുന്ന ആളുകൾ, ഈ എന്താ പറയുക, വായിൽ നിന്ന് എന്താണ് ഇല്ലാത്ത സാധനം പിടിച്ചെടുക്കുകയാണ്. ഇതിനൊരു സൃഷ്ടാവില്ല ഈ വിരട്ടൽ എന്ന വാദത്തിന്. കള്ളം പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെ മുഷാവറിലിരിക്കും? കള്ളം പറയുന്ന ആളുകൾ കള്ളം പറഞ്ഞു എന്ന ബോധ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ സമസ്തയുടെ നേതാക്കന്മാർ ഇദ്ദേഹത്തെ പരസ്യമായി ശാസിച്ചത്. ഇല്ലേ? ശാസിക്കാനൊരു കാരണം വേണ്ടേ? നമ്മൾ വിമർശിച്ചതിനെതിരെ ഇവർ ചാടിക്കളിക്കുന്നു. ശാസിച്ച ജിഫ്രി തങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആലുകുട്ടി ഉസ്താദ്, കൊയ്യോട് ഉസ്താദ്, MT ഉസ്താദ്, ഈ വന്ധ്യരായ നേതാക്കൾക്ക് ഒരു മുഷാവറ അങ്ങനത്തെ ശാസിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതസഭയിൽ കേട്ടുകേൾവില്ലാത്തത് എവിടെ നിങ്ങൾ കേട്ടണോ? അവിടെ ഇരിക്കാൻ അർഹതയില്ല അദ്ദേഹത്തിന്. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ കളവ് പറയുന്ന ഇല്ലാത്ത എന്താ പറയാ, ഇതിനെ പറയാ, ആരോടും സ്വയം നിർമ്മിച്ചെടുക്കാണ്. രാഷ്ട്രീയത്തിൽ പോലും അത്തരക്കാർക്ക് യാതൊരു വിലയില്ല. പിന്നെയാണോ ഒരു മുഷാവറക്ക എന്ന് പറഞ്ഞാൽ വലിയ സാത്വികരായ വലിയ വന്ധ്യരായ പണ്ഡിതരിയ്ക്കുന്ന ഒരു സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ? ഇത്രയും ആളുകൾ വെച്ച് ഈ മുഷാവറ കൂടി ഈ എടുക്കണ തീരുമാനം ഈ സമുദായം എങ്ങനെ അംഗീകരിക്കും? ഇത്തരക്കാരെ അവിടെ വെക്കാൻ പാടുണ്ടോ? ശാസനയിൽ പോരാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശാസിക്കേണ്ടി വന്നത് കുറ്റം ചെയ്ത് എന്ന ബോധ്യത്തിലല്ലേ ഇത്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അവിടെ മുഷാവറയിൽ ഇരിക്കുന്നത് ഈ സമുദായം അംഗീകരിക്കില്ല. അതാ പറയുന്നത്. വേറെ ആരോടും നമുക്കൊരു പ്രശ്നമില്ല. വേറൊരു മനുഷ്യനെ നമ്മൾ വിമർശിച്ചിട്ടില്ല. സമസ്തയെ നമ്മൾ വിമർശിക്കില്ല. സമസ്തനെ വിമർശിക്കുന്നു പറഞ്ഞിട്ട് ഇവർ വ്യാജ പ്രേരണ. ഇവരെ കയ്യിൽ 100-200 ID ഉണ്ട് വ്യാജ പേരിലൊക്കെ, പ്രൊഫൈലിലൊക്കെ ആയിരിക്കും. അതിൽ വന്നിട്ടാണ് ഈ പൂരത്തെരുവ് പറയുന്നത്.
ഇത് 4 തെറി കേട്ടാൽ പിന്നെ ആകെ ബേജാറായി പോകുന്നതാണ് ഇവരുടെ വിചാരം. മനസ്സിലായില്ലേ? ഞങ്ങൾ ഇതിലും വലുത് കേട്ടവരാ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഇവർ ഈ വ്യാജ ഐഡിയും ഒക്കെ വെച്ച് വന്നിട്ട് 4 തെറിയാണ്ട് പറഞ്ഞാൽ എന്താണ്, ഞങ്ങളൊക്കെ കണ്ട് ബേജാറായി പോവും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. വേറൊരു വിമർശനം എന്ന് പറയുന്നത് CAC-യുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു കരാറ് ഇതുവരെയും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിമർശനം. ഒന്ന്, ഇതൊക്കെ പറയേണ്ട ബാധ്യത ഞങ്ങൾക്കാർക്കുമില്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ ഒരു മതസംഘടനയിലും എനിക്കൊരു സ്ഥാനമാനങ്ങളും ഇല്ല. ഞാൻ ഒന്നിൻ്റെ അംഗവുമായില്ല. ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. എൻ്റെ പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ. അദ്ദേഹത്തിന് നേരെ ഏത് കോണിൽ നിന്ന് പരമപുച്ഛമായി ആരും സംസാരിച്ചാലും ഞങ്ങൾക്കിത് സഹിക്കില്ല. ഞങ്ങളതിന് പ്രതിരോധം തീർക്കും. അല്ലാതെ സമസ്തയിൽ ഒരുപാട് ആഭ്യന്തര കാര്യങ്ങളുണ്ട്. അതിലൊന്നും പോയി ഇടപെട്ട് വർത്താനം പറയാൻ പാർട്ടി ഞങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല. പക്ഷെ ഇവിടെ CAC-യുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ വേണം പറയാം. സമസ്തക്ക് കീഴിലെ ഒരു വിദ്യാഭ്യാസ സംവിധാനമായിട്ടായിരുന്നു ഈ ദാറുൽ ഹുദ പോലെ തന്നെ ഈ CIC-യുടെ കീഴിലെ വാഫി വഫിയ സംവിധാനങ്ങൾ. ആ സംവിധാനം അതൊരു സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. സമസ്തയിലുള്ള പല പണ്ഡിതന്മാർക്കും CAC-യുടെ സെക്രട്ടറി ആയിരുന്ന ആദർശേരി ഉസ്താദുമായി ബന്ധപ്പെട്ട് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇത് കുറേ കാലമായിട്ടുള്ളതാണ്. ഇത് ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ ഉള്ള കാലത്താണ് ഈ സിലബസും സംവിധാനമൊക്കെ ഉള്ളത്. മനസ്സിലാക്കണം. അപ്പം അതിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ നല്ല നിലക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഒരുപാട് ഇരുത്തങ്ങളുണ്ടായി. പക്ഷേ അതിലൊരു യോജിപ്പിൻ്റെ മേഖല കാണാൻ സാധിച്ചില്ല. ഇങ്ങനൊരു ഘട്ടത്തിൽ ഈ ആദർശേരി ഉസ്താദിനെ സമസ്തയിൽ നിന്ന് നീക്കേണ്ടി വന്നു സമസ്തക്ക്. അങ്ങനെ സമസ്ത നീക്കിയ ഒരാളെ സമസ്തൻ്റെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സെക്രട്ടറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് സമസ്തക്കൊരു പ്രയാസമുണ്ട്. അപ്പോൾ CAC-യുടെ പ്രസിഡൻ്റായ സാദിഖ് അലി തങ്ങളോട് സമസ്ത എന്തു പറഞ്ഞു? അദ്ദേഹത്തെ ഞങ്ങൾ പുറത്താക്കിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ ഞങ്ങൾക്ക് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നത് ശരിയല്ല. അത് സമസ്തയുടെ വാദം ഒരു ന്യായമാണ്. പുറത്തുനിന്ന് ആര് കേട്ടാൽ സ്വാഭാവികമായിട്ടും സാദിഖ് അലി തങ്ങൾ ആദർശേരി ഉസ്താദിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. സമസ്തയുടെ ആവശ്യം അത്രയേ ഉള്ളൂ, അദ്ദേഹത്തെ. പിന്നെ ആ സ്ഥാനത്ത് ആര് വരണം? അതിന് സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തി. ഈ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു കാദിയായി ചുമതലപ്പെടുത്തുക, ഒരു ഇമാമായി ചുമതലപ്പെടുത്തുക, ഒരു അമീറായി ചുമതലപ്പെടുത്തുക, ഒരു ഖലീഫയായി ചുമതലപ്പെടുത്തുക. ഈ ചുമതലപ്പെടുത്തുക എന്ന വാക്കിന് ബയ്യത്ത് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം. അതാണ് ഒരു കാദിയെ നമ്മളെ കാദിയായിട്ട് ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ കാദി റംസാൻ മാസപ്പിറവി അറിയിച്ചാൽ നമ്മളത് അംഗീകരിക്കണം. പെരുന്നാൾ മാസപ്പിറവി പറഞ്ഞാൽ അംഗീകരിക്കണം. അല്ലാതെ ഇത് എവിടുന്ന് മാസം കണ്ട് എന്ന് പറഞ്ഞ തെളിവും ചോദിച്ച് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി ഒരു അമീറിനെ നമ്മൾ നിശ്ചയിച്ചു, നമ്മളൊരു ഹജ്ജിന് പോവുകയാണ്, അദ്ദേഹത്തെ അനുസരിക്കും. നിസ്കരിക്കാൻ ഒരു ഇമാമിനെ, ഇത് ഇസ്ലാമിലെ ഒരു പതിവാണിത്. ആ നിലക്ക് സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ബയ്യത്ത് ചെയ്ത് എന്നതിനർത്ഥം. സാദിഖ് അലി തങ്ങൾ എന്ത് ചെയ്തു? സ്വന്തമായി തീരുമാനമെടുത്തില്ല. സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ സഹോദരനും SKSSF പ്രസിഡൻറ്റുമായ അബ്ബാസ് അലി തങ്ങളെയും കൂട്ടി ആലിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് അങ്ങോട്ട് പോയി ആലിക്കുട്ടി ഉസ്താദിനുണ്ട് അഭിപ്രായം തരും ആരാകണം. അപ്പോൾ ജനറൽ സെക്രട്ടറിയെ നമ്മൾ ആ സ്ഥാനം നീക്കിയാൽ തൊട്ടടുത്തുള്ള മറ്റൊരു സെക്രട്ടറിക്ക് ചുമതല കൊടുക്കുക. ഇതാണ് ഇവരുണ്ടായ തീരുമാനം. അത് കൊടുത്തു. അത് കൊടുത്തതിനെതിരെ ജിഫ്രി തങ്ങളൊന്നും മിണ്ടിയില്ല. സമസ്തയിലെ ഒരു മുഷാവറങ്ങും എതിർത്തിട്ടില്ല. അവിടെ ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പൽക്കടവ് എന്ന് പറഞ്ഞൊരു വ്യക്തി പരസ്യമായി വന്നിട്ട് പറയണതാണ്, മൂർഖനെ മാറ്റി പകരം കരിമൂർഖനെ വെച്ചു, ഇത് ശരിയായില്ല, സാദിഖ് അലി തങ്ങൾ ഏകപക്ഷീയമായി തീരുമാനിച്ചു, സമസ്തയുമായി കൂടിയാലോചന നടത്തിയില്ല. ഇത് പരസ്യമായി വന്ന് നടത്തിയ ഒരു പ്രതികരണം ചെയ്യാൻ പാടുണ്ടോ? തങ്ങളെ ചുമതലപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ചുമതലപ്പെടുത്താൻ പാടില്ല, സമസ്തയുമായി ആലോചിച്ച് ചെയ്യണം എന്നതായിരിക്കണം, എന്നാൽ കുഴപ്പമില്ല.
ചുമതലപ്പെടുത്തിയിട്ടും തങ്ങൾക്ക് ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും തങ്ങന്മാരിപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിൽ നിങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട്, തങ്ങൾക്ക് വിട്ടാലും തങ്ങളൊരു മുഷാവറ കൂടും. മുഷാവറ എന്ന് പറഞ്ഞാൽ മുതിർന്നവരുമായി ആലോചിക്കും. പാണക്കാട്ട് എല്ലാ തങ്ങന്മാരങ്ങനെയാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും തങ്ങൾക്ക് വിട്ടാലും അത് വലിയൊരു ആ പ്രധാനികളുമായി ഒക്കെ ആലോചിച്ചിട്ട് തങ്ങന്മാർ എടുക്കാറുള്ളൂ. അവരെ പതിവ് അങ്ങനെയാണ്. ആ നിലക്ക് ആലിക്കുട്ടി ഉസ്താദിനോട് പോലും ചോദിച്ച് കൂടിയാലോചന നടത്തി എടുത്തൊരു തീരുമാനത്തെ പരസ്യമായി ഒരാൾ ബന്ധിയിലേക്കുക. ഇത് പാണക്കാട് തങ്ങളെ അധിക്ഷേപിക്കലല്ലേ? ബയ്യത്ത് ചെയ്ത ഒരാളെ അത് അനുസരിക്കൽ നിർബന്ധ ഇസ്ലാമിൽ നിങ്ങൾ മനസ്സിലാക്കണം. അത് ലംഘിക്കയോടെ ആ ലംഘിച്ച വ്യക്തിക്കെതിരെ ഒരു നടപടി ഇതുവരെ ഉണ്ടായോ? ചോദ്യമല്ലത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CAC വിഷയത്തിൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? സമസ്ത ഒരു തീരുമാനമെടുക്കുന്നു. CACയുമായുള്ള ബന്ധം പരിപൂർണമായി സമസ്ത അവസാനിപ്പിച്ചു. എന്നിട്ട് പുതിയൊരു വിദ്യാഭ്യാസ സംവിധാനം സമസ്ത എന്തൊരു സംവിധാനം ഉണ്ടാക്കിയാലും അത് പിന്നെ വലിയൊരു നെറ്റ്വർക്കുള്ള ഒരു സംഘടനയാണ്. സ്വാഭാവികമായിട്ടും സമസ്തൻ്റെ കീഴിലുള്ള ഒഫീഷ്യലായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം വേറെ വന്നു. ഇതുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ CACയുടെ സ്ഥാനമാനങ്ങളിൽ ആര് വരുന്നുണ്ട് ആര് വരുന്നില്ല എന്ന് ആർക്കും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവർക്ക് അവരുടേതായ ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. താൽക്കാലിക ചുമതല ഒരു സെക്രട്ടറി കൊടുത്തു. താൽക്കാലികം പോരാ, അവർക്ക് സ്ഥിരം സെക്രട്ടറി വേണം. അതാ അവരുടെ സിൻഡിക്കേറ്റ് ചേർന്ന് എന്ത് ചെയ്യാം, ആലോചിക്കാം. അത്രേ ഉള്ളൂ. ഇനിയിപ്പം CAC ആയിട്ടുള്ള കരാർ എവിടെ ലംഘിച്ച് എന്ത് പറഞ്ഞതിൽ അർത്ഥമുള്ളത്? CAC ആയിട്ടുള്ള ബന്ധം തന്നെ ഒഴിവാക്കിയ അടിസ്ഥാനത്തിൽ ഇനി ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട. ഇനി സമസ്ത കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം അത് വിജയിപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്തണ്ടേ? ഉമർ ഫൈസി ഒക്കെ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് പാണക്കാട് കുടുംബം മുജാഹിദുകളായിട്ടും ജമാഅത്തുകളായിട്ടും വലിയ തോതിൽ അടുക്കുന്നു, അവരുടെ സ്വാധീനം ആ കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെയാണ്. ഇപ്പം അതാണ് നിരന്തരമായിട്ടുള്ളൊരു വിമർശനമായിട്ട് ഇപ്പോൾ അവർ ഉയർത്തുന്ന ഒരു സംഭവം. ഇത് പണ്ട് മുസ്ലിം ലീഗിനെതിരെ ഒരു ഫാറൂഖ് മുസ്ലിയാർ ഒരു NDP ഉണ്ടാക്കിയത്, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി. അവരുന്നയിച്ചതും ഇതാ. അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കും. 89 സമസ്ത പുലരാൻ കാരണമായി തീർന്നത് എന്താ? മുസ്ലിങ്ങളുമായി എന്താണ് ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷണ പോരാട്ട കാലത്ത് പിന്നെ മുസ്ലിം സമുദായ സംഘടനകൾ ഒരുമിച്ചിരുന്നു. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നു എന്നതാണ്. അപ്പോൾ അതിൽ വിമർശിച്ചിട്ടാണ് ഇറങ്ങിപ്പോരുന്നത്. 89 ആ സംഭവത്തിലും അന്നും ഈ ആരോപണം കേട്ടതാണ്. അന്നും ശിഹാബ് തങ്ങളുടെ കാലങ്ങൾ വീണ്ടും മാറി വന്നു. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അന്നുണ്ടായ ഒരു ഐക്യം, ഈ മാസപ്പിറവി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു പൊതുവേദി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി ഇവിടെ ഉണ്ട്. അത് ഇത്രയും കാലം അതിൽ സമസ്തയും വരും, ബഹുമാനപ്പെട്ട കാന്തപുരം വിഭാഗ സംസ്ഥ വരും, ദക്ഷിണ കേരള വരും, മുജാഹിദ് വിഭാഗങ്ങൾ തബ്ലീഗ്, MES, MSS, മെക്കോ, മക്ക തുടങ്ങിയ എല്ലാ സംഘടനകളുണ്ട്. അതിലെല്ലാവരും പങ്കെടുക്കുന്നതാണ്. പുതിയ ആശയമില്ല. ശിഹാബ് തങ്ങളുടെ കാലത്തിൽ ഇവർ പറഞ്ഞത് ശിഹാബ് തങ്ങൾ കുഴപ്പമില്ലായിരുന്നു, ഹൈദരലി തങ്ങളും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ വന്നിട്ടാണ് കുഴപ്പമുണ്ടായിരുന്നാണ് പറഞ്ഞു. ഇതൊക്കെ ശിഹാബ് തങ്ങളുടെ കാലത്തുള്ള വേദിയാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലത്തും ഈ വേദി ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ മുജാഹിദുകളെ പാണക്കാട് തങ്ങന്മാരെ എല്ലാ സമുദായക്കാരും അവരുടെ പരിപാടിക്കും എല്ലാത്തിനും വിളിക്കും. സർവ്വലാരും വിളിക്കപ്പെടുന്ന ഒരു കുടുംബമാണത്. ഹൈന്ദവ സമൂഹങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ എല്ലാത്തിനും വിളിക്കാൻ നിങ്ങൾ കാണാറില്ലേ? ആ നിലക്ക് തങ്ങളെ ഹൃദയംഗമായി ക്ഷണിക്കുന്ന എല്ലായിടത്തേക്കും ഒരു പോകുന്ന പതിവ് അവർക്കുണ്ട്. മുജാഹിദ് വിഭാഗം മറ്റു വിഭാഗവുമായിട്ട് എന്താണ് പിന്നെ പരിപാടികൾ സംബന്ധിക്കുന്നു എന്നല്ലേ, അത് ശിഹാബ് തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടുണ്ട്. പരിപാടികൾ സംഘടിപ്പിക്കുന്നല്ല, ആ ആശയം ഇവരിലേക്ക് വരുന്നു, കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആശയമൊന്നല്ല, അത് തങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ ഖായ മദനി സാഹിബ്, അദ്ദേഹം അടങ്ങുന്ന ഈ KNMന്റെ ആളുകൾ ഡയറക്റ്റായിട്ടുള്ള ഫാറൂഖ് ഹോസ്പിറ്റൽ, അതിൻ്റെ ശിലാസ്ഥാപനവും ശിഹാബ് തങ്ങളാണ് ചെയ്തത്, ഉദ്ഘാടനവും ശിഹാബ് തങ്ങളാണ് ചെയ്തത്. അങ്ങനെ മുൻകാല ചരിത്രങ്ങളിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളാണ് തിരൂരങ്ങാടി യത്തീംഖാനക്കുള്ളിലുള്ള മുജാഹിദ് പള്ളിയുടെ തറക്കല്ലിട്ടത്, സ്റ്റോൺ ലൈൻ. ഇപ്പോൾ ആ ബോർഡ് അവിടെ ഉണ്ട്. പൂക്കോയ തങ്ങളുടെ കാലത്ത് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത്തരത്തിൽ ഏമരി ഏറ്റവും പ്രഗത്ഭനായ മുജാഹിദിലെ ഒരു പണ്ഡിതനായിരുന്നു മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പ്രകാശനം ചെയ്ത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അത് മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞു ബൈത്തു സക്കാത്തൊക്കെ പോയി എന്നാണ് പ്രജമയത്തിൽ. ബൈത്തു സക്കാത്ത് പരിപാടിക്ക് തങ്ങൾ മാത്രമല്ലല്ലോ പോയത്,
സമസ്തക്കാരനായി അറിയപ്പെടുന്ന PTA റഹീം MLA ബൈത്തു സക്കാത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിന്. എന്നാൽ അയാൾക്കെതിരെ ഉമർ ഫൈസി എന്തെങ്കിലും മന്ത്രി അബ്ദുറഹ്മാൻ പോയി പങ്കെടുത്തില്ലേ? ഡൽഹിയും MLA പഠിച്ചു. അബ്ദുറഹ്മാനോട് ചോദ്യം പോയില്ലല്ലോ. ഈ സാദിഖലി തങ്ങളെ വീട്ടിൽ മാത്രം ഇവരെ എന്താ ടോർച്ച് അടിച്ചെടുക്കണം? അത് ആ മനുഷ്യരെ അപമാനിക്കാനുള്ള ഒരു കൊട്ടേഷൻ ഇവിടുന്ന് വാങ്ങിയാണ്. നിരന്തര ശ്രമം നടക്കുന്നു എന്നുള്ളതാണോ സാദിഖലി തങ്ങളെ അപമാനിക്കാൻ വേണ്ടി? നിരന്തരമായി നടക്കുകയാണ്, നിരന്തരമായി നടക്കുക. അല്ലെങ്കിൽ പറയട്ടെ, ഒന്ന് ഇദ്ദേഹത്തെ ഞങ്ങൾ സമസ്തക്ക്, ഞാൻ സമസ്ത എന്ന വാക്കും നമ്മൾ ഉപയോഗിക്കുന്നില്ല. മുക്കം ഉമ്മർ ഫൈസി ചെയ്യുന്ന നിരുത്തരവാദപരമായ എന്താണ് കളവ് നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾ, അതൊരു മുഷാവർ അങ്ങക്ക് ചേർന്നതല്ല. സമസ്തയുടെ അലങ്കാരത്തിന് അതൊരു അതൊരു കോട്ട. ശക്തമായ നടപടികൾ ഞാൻ പറഞ്ഞില്ല, തങ്ങളെ ഏൽപ്പിച്ചു, തങ്ങളെ ചുമതലപ്പെടുത്തി, തങ്ങൾ എല്ലാവരോടും ആലോചിച്ച് നിർവഹിച്ചൊരു കാര്യത്തെ പരസ്യമായി വന്ന് ചോദ്യം ചെയ്ത ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് നടപടി വരുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞവർക്ക് ഇതൊക്കെ നടപടി വരാഞ്ഞാൽ അതിൻ്റെ ദോഷം ഇവിടെയാണ് സമസ്തക്കാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വിമർശിക്കുന്ന താങ്കളെ പറ്റി ചോദിക്കുന്ന താങ്കൾ ഒരു വഹാബിയാണ്. വഹാബികൾ എന്തിനാണ് സുന്നികളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ഞാൻ ഒരു മതസംഘടനയുടെയും ഒരു സംവിധാനത്തിലും ഒരു ഭാരവാഹിത്വമോ ഒരു അംഗത്വം പോലും എനിക്കില്ല. ഞാൻ ഫുൾ ടൈം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ആശയങ്ങളൊക്കെ എൻ്റെ സ്വകാര്യമാണ്. ഞാൻ ഇന്ന് വരെ ഒരു മുജാഹിദ് വേദികളിലേക്ക് ഞാൻ ഇതുവരെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല. എന്നാൽ അതേ സമയത്ത് ഞാൻ മുജാഹിദുകളെയും ഉൾക്കൊള്ളുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ പ്രശ്നം സമസ്തയും കാര്യങ്ങളൊന്നുമല്ല. മുക്കം ഉമ്മർ ഫൈസി എന്ന വ്യക്തി, ആ വ്യക്തി പറയുന്നത് സമസ്തയുടെ അഭിപ്രായമല്ല എന്ന് വന്ദ്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു വട്ടമല്ല നിരവധി വട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് സമസ്തയുടെ നിലപാടായി ഞാനോ എൻ്റെ പാർട്ടിയിലെ പ്രവർത്തകരോ സമസ്തയിലെ 90% വരുന്ന ആ സമസ്തയുടെ പ്രവർത്തകന്മാരോ ഇയാളെ നിലപാട് സമസ്ത നിലപാടായി കാണുന്നേരമായി പറയുന്ന ആളെ എന്താണ് ചെയ്യേണ്ടത്? സമസ്തയിൽ നിന്ന് പുറത്താക്കണോ? അതായത് ഇത്തരം ആളുകൾക്ക് ഇരിക്കാൻ കഴിയാത്ത ഒരു സമിതിയാണ് നിങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം എന്ന് അറിയില്ല. കേരളത്തിലെ മുസ്ലിം ജനസമാജത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിത തീരുമാനം എടുക്കേണ്ട ഒരു പണ്ഡിത സഭ, നോട്ട് ഓൺലി ഓർഗനൈസേഷൻ, കേവലം നിങ്ങളൊരു സംഘടനയായിട്ടല്ല സമസ്തനെ കാണേണ്ടത്, വലിയൊരു പണ്ഡിത സംഘടനയാണ്. അതിൻ്റെ മുഷാവറ അംഗം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഈ കളവ് എറിയുന്നവരെ, ഈ റൗഡി ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ, ഇല്ലാത്ത ചരിത്ര നിർമ്മിതി നടത്തുക, അതല്ലേ ഇപ്പോൾ വിരട്ടി. ആരും വിരട്ടിയില്ലല്ലോ. ഇയാൾ വിരട്ടി എന്നൊരു സാധനം ഇയാൾ മേക്ക് ചെയ്തുണ്ടാക്കുകയാണ്. അത്തരക്കാർ അവിടെ ഇരിക്കാൻ പാടുണ്ടോ? അറിയല്ലോ. കാരണം സമസ്തയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ബാഫിത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ഒക്കെ പൈതൃകം തന്നെയാണിത് സമസ്ത. വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ടാക്കി. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആരാ? ബാഫിത്തങ്ങളുടെ അമ്മാവനാ. ഇവർക്ക് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുക, മനസ്സിലാക്കണം. ബാഫിത്തങ്ങൾ ഒരിക്കലും മുഷാവറ അംഗമായിട്ടില്ല. പക്ഷെ മുഷാവറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട് ബാഫിത്തങ്ങൾ. ഇന്ന് കാണുന്ന ഈ അറബി കോളേജ്, മദ്രസ, ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയതാരാ? ഇവരാണ്. ആദ്യം പിറന്നു വീണ പോഷക സംഘടനയാണ് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. അതിനെ ലീഡ് ചെയ്ത് മരിക്കും വരെ ആരാണ്? ബാഫിത്തങ്ങളാണ്. അതേമാതിരി രണ്ടാമത്തെ പോഷക സംഘടനയാണ് SYS. അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് പൂക്കോഹിത്തങ്ങളാണ്, മനസ്സിലാക്കണം. അതേമാതിരി തന്നെ SKSSF 14 വർഷമാണ് സാദിഖലി തങ്ങൾ അതിനെ കൊണ്ടുപോയത്. അത് മനസ്സിലാക്കണം. അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ ഇവരൊക്കെ കാലഘട്ടം, ഇവർക്കൊക്കെ ഒരു പ്രത്യേക സമസ്ത ഒരു ബഹുമാനം നൽകിയിരുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജ് അതായിട്ടുണ്ടാക്കിയ വലിയൊരു മഹാ വിദ്യാഭ്യാസ സംവിധാനമാണ്. അന്ന് കട്ടിൽ വെക്കാന്ന് പറയാം. ആരാ കട്ടിൽ വെച്ച്? മുഷാവറ അംഗം പോലും അല്ലാത്ത വലിയ പണ്ഡിതന്മാർ, ശംസുലുലമ, കണ്ണിയത്ത് ഉസ്താദ് ഒലക്കുള്ള സമയത്ത് അവരൊക്കെ തങ്ങളെ നിങ്ങൾ നിർവഹിക്കണം, ബാഫിക്ക് തങ്ങൾക്കുണ്ട്. അപ്പോൾ തങ്ങന്മാർക്ക് കൊടുത്ത പരിഗണന തങ്ങളെ കട്ടിൽ വെക്കണം. അതുകൊണ്ടാണ് തങ്ങന്മാരുണ്ടെങ്കിൽ അവരെയാണ് ഉദ്ഘാടനത്തിന് എല്ലാ കാര്യത്തിനും അങ്ങനെ വിളിക്കുക. അപ്പോൾ ആ നിലക്കും അത് സമസ്തയുടെ പൈതൃകം പോലും അറിയാത്ത മനുഷ്യന്മാർ അവരൊക്കെ ഈ മുഷാവറയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ സമസ്തക്ക് വലിയ ക്ഷീണമാണ്. അതാണ് നമ്മൾ പറയുന്നത്. മുസ്ലിം ലീഗിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിനെ ഇതാക്കാനോ വേണ്ടിയിട്ട് സമസ്തയിലെ ഒരു വിഭാഗം നിരന്തരം ശ്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, മുസ്ലിം ലീഗിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ എല്ലാ കാലത്തും
ഈ ചുരുക്കം ചില അപശബ്ദങ്ങൾ പല സംഘടനയിലും കാണാം. ഈ സമസ്ത മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ചില വല്ലാത്തൊരു ബന്ധമുണ്ട്. കാരണം സമസ്തനെ നയിക്കുന്നവരും എന്താ പറയുക, സജീവമല്ലെങ്കിൽ പോലും മുസ്ലിം ലീഗിന് ആശയക്കാരാണ് എല്ലാവരും. അതാണ് പഠിക്കേണ്ടത്. മുസ്ലിം അത് സ്വാഭാവികമായിട്ടും ഒരു പൊക്കിൾ കൊടി ബന്ധം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ട്. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്ന തീരുമാനം സമസ്ത എടുക്കാറില്ല. സമസ്തക്ക് പ്രയാസം ഉണ്ടാകുന്ന തീരുമാനം മുസ്ലിം ലീഗ് എടുക്കാറില്ല. ഇതിൻ്റെ രണ്ടിലെയും പ്രവർത്തകർ ഒന്നാണ്. ഇപ്പോൾ ഒരു ലീഗിൻ്റെ യോഗം ഒരു നാട്ടിലെ പ്രാദേശികം വിളിക്കുകയാണ്, അവിടുത്തെ പള്ളി കമ്മിറ്റിൻ്റെ ഒരു യോഗം വിളിക്കുകയാണെങ്കിൽ പിന്നെ 7 മണിക്ക് ലീഗിൻ്റെതും 8 മണിക്ക്, കാരണം ഇരിക്കാനുള്ള ഒരേ പാർട്ടിയാണ്, ഒരേ ആളുകളാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് അറിയാം, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള ആളുകളൊന്നും സമസ്തയിലില്ല. കോൺഗ്രസിൻ്റെത് കണ്ടേക്കാം, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇപ്പം ഒന്നാമത് ഈ പിണറായി വിജയൻ്റെ തുടർഭരണം, പിന്നെ CPM അതിൻ്റെ ഒരു സ്റ്റൈല് മാറ്റി. പണ്ട് CPM മത നേതാക്കളുടെ അടുത്തേക്ക് പോകാറില്ല, മതസമ്മേളനങ്ങളിൽ പങ്കെടുക്കാറില്ല. EMS തൊട്ട് നായനാർ തൊട്ട് അന്നൊക്കെ മുജാഹിദും സുന്നിയും സമ്മേളനം നാട്ടിൽ നടക്കലുണ്ട്. VS അച്യുതാനന്ദൻ വരെയുള്ളവർ ഇന്ന് വരെ എന്ത് പോയിട്ടില്ല, ഒരു മതസമ്മേളനത്തിലും ഓലി പോകാറില്ല, മതസംഘടന ഓല് ക്ഷണിക്കാറില്ല. പിണറായി വിജയൻ വന്ന് അവരെ സ്റ്റൈല് മാറ്റി. അപ്പോൾ സമസ്തയും മുസ്ലിം സംഘടനകളൊന്നും അല്ല നിലപാട് മാറ്റത്. മുഖ്യമന്ത്രിയും CPM എന്ത് ചെയ്തു, ഒരു നിലപാട് മാറ്റി. അവർക്ക് വരാൻ സന്നദ്ധതയുണ്ട് എന്ന് ദൂതന്മാർ അറിയിക്കുന്നു. നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഈ എല്ലാ സംഘടനകളും എന്ത് ചെയ്യുന്നു, നേരിട്ടൊന്ന് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ലീഗിൻ്റെ ഇതിൽ നിന്ന് ഇവരെ മുക്തരാക്കാം എന്നായിരിക്കും ഇവരൊക്കെ കാഴ്ചപ്പാട്. പക്ഷെ മുസ്ലിം ലീഗിന് അതിലൊന്നും ഒരു പരിഭവമില്ല. ഇപ്പം അതുകൊണ്ടാണ് ഇവിടെ സമസ്തൻ്റെ മാത്രമല്ല മുജാഹിദുകളുടെ പല ഗ്രൂപ്പുകളുടെയും സമ്മേളനത്തിനൊക്കെ മുഖ്യമന്ത്രി വന്നു. ഇതൊക്കെ ഒരു എന്താണ്, പിന്നെ ഈ കമ്മ്യൂണിസത്തിനെതിരായ നിരവധി പുസ്തകങ്ങളാണ് ഇവരുടെ ലൈബ്രറിയിൽ നിന്ന് അറിഞ്ഞു കിടക്കുന്നത്. മുജാഹിദ് സെൻറ്ററിൽ കിടക്കുന്ന ലൈബ്രറിയിൽ എടുത്ത് നോക്കി, കമ്മ്യൂണിസത്തിനെതിരെ കമ്മ്യൂണിസം ആപത്താണെന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ സമസ്തൻ്റെ ലൈബ്രറിയിലും എല്ലാവരുടെയും ലൈബ്രറിയിലും മുജാഹിദ് ലൈബ്രറി ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ സമ്മേളനങ്ങൾക്ക് മുഖ്യമന്ത്രി വരാനുള്ള സന്നദ്ധത അറിയിക്കുന്നു. അപ്പം ശരി, എന്നാൽ വന്ന് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് പറഞ്ഞു പോട്ടെ, എല്ലാവരും മാറ്റുന്നുണ്ട്. അതോടുകൂടി ലീഗ് തകർന്ന, ലീഗ് എവിടെ തളരുന്നു? നിങ്ങൾ തന്നെ പറയുന്നു, കേരളത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് റേറ്റുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. ഇത്രയൊക്കെ ഇവർ ചെയ്തത് 10 കൊല്ലം ഇത്രയൊക്കെ തുരങ്കബന്ധം ഇവരായിട്ടുണ്ടായിട്ടും മുസ്ലിം ലീഗിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കും നിങ്ങൾ, അതിൻ്റെ സ്ട്രൈക്കിംഗ് റേറ്റുകൾ നോക്കി. ലീഗ് ഒരു കേവല സംഘടനയല്ല, അതൊരു വികാരമാണ്, അതിന് കൊല്ലാൻ കഴിയില്ല. CPM-ന്റെ സ്വാധീനമാണോ ഇതിൻ്റെയൊക്കെ ഒരു മൂലകാരണമായി തോന്നുന്നത്? തീർച്ചയായിട്ടും പിന്നെ CPM സ്വാധീനം തന്നെയാണ്. എല്ലാ തരത്തിലുള്ള സംശയമുള്ളത് അങ്ങോട്ട് തന്നെയാണത്. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, ഫൈസി അവരുടെ ഒരു ഏജന്റിനെ പോലെയാണോ? തീർച്ചയായും അയാൾ ഉദാഹരണം പിന്നെ ഗവൺമെൻറ് കമ്മിറ്റിയിൽ, ഒരു കമ്മിറ്റിയില്ല 2 കമ്മിറ്റിയിലും പിന്നെ എന്താണ് ഇയാളെ എടുത്തത്, അത് മനസ്സിലാക്കണം. പിന്നെ വേറെ പല ആളുകളും പല കേസിലും പെട്ടണം, ഞാനായിട്ട് പറഞ്ഞിട്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒക്കെ ഒരു CPM-ഉമായുള്ളൊരു ബന്ധം ആവശ്യമുണ്ടോ? അങ്ങനെയുള്ളതായിരിക്കും. അതേമാതിരി ഈ പിന്നെ മറ്റുള്ള CPM-ൻ്റെ ഈ ജമാഅത്ത് വിമർശനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. ആ ജമാഅത്തിൻ്റെ അറ്റത്തുള്ള ഇസ്ലാമിയാണ് പ്രശ്നം. അതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താവും, വലിയൊരു ഭീതിയിലേക്ക് എത്തുന്നതാണ്, മനസ്സിലാക്കണം. ഈ ജമാഅത്തെ ഇസ്ലാമിനോടൊപ്പം വിവിധ ഗവൺമെൻറ് കമ്മിറ്റിയിൽ പോയി ഇരുന്ന വിദ്വാന്മാരവരൊക്കെ അവിടെ ജമാഅത്തുണ്ടായതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് പോന്നിട്ടില്ല. 40 കൊല്ലം ഇടതുപക്ഷത്തിനോടൊപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, നമ്മൾ കണ്ടതല്ലത്. അന്നൊന്നും ഇല്ലാത്ത ഒരു പുതിയ ഒരു നരേഷൻ അവർ പിന്നെ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി, അവർ ഇത്തവണ വോട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്കാന്ന് പറഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ, അവരുമായി ഒരു അസോസിയേഷനോ ഒരു ഇരുത്തോ ഒന്നും നമ്മളുണ്ടായിട്ടില്ല. അപ്പത്തിനും നമ്മളാകെ എന്തോ ഒരു അപകടം ചെയ്യാൻ പോകുന്നു എന്നുള്ള ലെവലിലുള്ള ഒരു നരേഷൻ അതാണ്. പ്രശ്നങ്ങൾ കൂടി തങ്ങൾ കുടുംബത്തിനെതിരായി നടത്തിയ പ്രസ്താവന, അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് സമസ്തയുടെ അകത്ത് തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. നടപടി വേണ്ട എന്നൊരു വിഭാഗം പറയുന്നു. അങ്ങനെ വാർഷികത്തിനിടയിൽ അതൊന്നും ബാധിക്കൂല, അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തങ്ങൾ എല്ലാ തങ്ങന്മാരുടെ കുടുംബത്തിനെയും ആദരിക്കണം എന്ന് പഠിപ്പിച്ചവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അപ്പൊ ഒരു തങ്ങൾ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഒരു തങ്ങളെയോ ഒക്കെ നിന്ദിക്കണ ഒരു പ്രവണതയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല.
ഉമർ ഫൈസിന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അതിന് നമ്മള് മുപ്പരങ്ങനെ തോന്നിപ്പിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ താക്കീതും ചെയ്തിട്ടുണ്ടല്ലോ. അല്ല ഈ ശാസനം മാത്രമാണ് സമസ്ത അല്ല, ഞങ്ങൾക്കതുള്ളൂ, ശാസനമുള്ളൂ. ഞങ്ങളുടെ തീരുമാനിക്കേണ്ടത് എന്താന്നുള്ളത് നിങ്ങളല്ലല്ലോ. അയാൾ അങ്ങനെ കുറെ നാളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു നാളിലോ ഉണ്ടായാലും ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞിക്കണല്ലോ, അത് അവിടെ വെക്കുക. സമസ്തക്കടുത്ത് തന്നെ കടുത്ത നടപടി വേണമെന്ന് വിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ സമസ്തക്കകത്ത് അങ്ങനത്തെ ഒന്നുമില്ല. സമസ്തക്കകത്ത് അങ്ങനെ പറയണം. സമസ്ത നേതൃത്വമുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് തീരുമാനം എടുത്ത് കഴിഞ്ഞിക്കണല്ലോ. പിന്നെ എന്തിനാ ഒരു സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം പറയുമ്പോഴല്ലേ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളിങ്ങനെ ആവശ്യപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നതായിരിക്കല്ലോ. ആ നടപടി മതിയാകുന്നതാണല്ലേ? ആ മതിയോ? ആ അത് ഈ സ്വാഭാവികമായി രാഷ്ട്രീയമായി കൂടി അതിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയം ഞങ്ങൾ നോക്കണില്ല. രാഷ്ട്രീയം ഞങ്ങളോട് ആ മുഖവരായിട്ട് പ്രസംഗിച്ചല്ലോ. ഞങ്ങൾ അജണ്ട രാഷ്ട്രീയമല്ല എന്നുള്ളത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വളരെയധികം സൗമ്യതയിലും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്താവുന്നത്, സമീപിച്ചുകൊണ്ടിരിക്കുന്നതും. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നയം അങ്ങനെ. ഇനി ഉമർ ഫൈസി അത് പറഞ്ഞ് മറുപടി പറഞ്ഞല്ലോ. പ്രസ്താവനകൾ നടത്തുന്നത് നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അത് ഞങ്ങൾ നോക്കിക്കൊണ്ട്, അത് നിങ്ങൾ ബേജാറാകണ്ട, മനസ്സിലായില്ലേ? അതൊക്കെ ഞങ്ങളെ പണിയാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.